ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പലണ്ടി മിഠായിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പില്ലാതെ റോസ്റ്റ് ചെയ്തത് കപ്പലണ്ടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം കപ്പലണ്ടി വറുക്കണം, എന്നിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ രണ്ടായിട്ട് വിടർത്തിയെടുക്കണം. ബാക്കിയെല്ലാം സെയിം ആണ്. നമുക്ക് കടയിൽ നിന്ന് 2 തരത്തിലുള്ള കപ്പലണ്ടി വാങ്ങിക്കാൻ കിട്ടും, വലിപ്പം കൂടിയതും ചെറുതും. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുമ്പോൾ ചെറിയ കടല നോക്കി വാങ്ങിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഇനി പഞ്ചസാര 1.5 കപ്പ്, നമ്മൾ കടല എടുക്കുന്നതിന്റെ അതേ അളവ് തന്നെ പഞ്ചസാരയും വേണം. 1 ടീസ്പൂൺ ബട്ടർ. ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാൻ എടുക്കണം. നോൺ സ്റ്റിക്കിന്റെ പാൻ ആയിരിക്കും കൂടുതൽ നല്ലത്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ചൂടായി കഴിയുമ്പോൾ ഇതിന് പതുക്കെ ഇത് വെള്ളമായി തുടങ്ങും. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്തേക്ക്. ഇത് വെള്ളമായി തുടങ്ങി കഴിഞ്ഞ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറു തീയിലിട്ട് വേണം ഉണ്ടാക്കാൻ. ഇപ്പൊ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കപ്പലണ്ടി ഉണ്ടാക്കുമ്പോൾ ഇത് ഒത്തിരി ലായനി പരുവത്തിലാകല്, ഇതുപോലെ കുറുകിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ. നമുക്കൊരു പാത്രത്തിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്ത് നമുക്കൊന്ന് ലെവലാക്കാം. ഇനി ഈ കപ്പലണ്ടി നന്നായിട്ട് തണുക്കുന്നതിന് മുമ്പ് ചെറു ചൂടോട് തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് മുറിച്ച് വെക്കാം. അല്ലെങ്കിൽ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ മുറിക്കാൻ പാടാണ്. നമ്മൾ കപ്പലണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഒത്തിരി തണുക്കാൻ നിൽക്കല്ല, ഒരു ചൂടോടുകൂടി തന്നെ ഇത് മുറിച്ചിങ്ങനെ ഷേപ്പാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുറിക്കാൻ ഭയങ്കര പാടാണ്. ഇനി നമുക്കിത് സെറ്റ് ആവുമ്പോൾ എടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി മിഠായി സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് തണുത്ത്